കൊല്ലം പ്രാദേശികം. ഇന്നത്തെ മലയാള ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് സന്ദർശനത്തിനിടെ കേരളം സ്റ്റാർട്ടപ്പ് പറുദീസയായി മാറിയെന്നും തുടർച്ചയായ ഭരണമാണ് ഇതിന് കാരണമെന്നും പറഞ്ഞു. കിഫ്ബി വഴി 96,000 കോടി രൂപയുടെ വികസനം നടപ്പാക്കിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കിഫ്ബി ബൈ ഇഡി ഇസ്റ്റു കിഫ്ബി മസാല ബോണ്ട് വിഷയത്തിൽ തങ്ങൾ ഫെമ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കിഫ്ബി സിഇഒ വിശദീകരിച്ചു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണ് ഇഡി നടപടികൾക്ക് പിന്നിലെന്ന് കിഫ്ബി ആരോപിച്ചു. ഇ.ഡി നോട്ടീസ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പതിവാണെന്ന് എം.വി. ഗോവിന്ദൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ പുതിയ കാർ. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ മുഖ്യമന്ത്രിക്ക് പുതിയ കാർ വാങ്ങാൻ 1.10 കോടി രൂപ അനുവദിച്ചു. രാഹുൽ ഈശ്വർ കേസ്. എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ സ്ത്രീക്കെതിരെ സൈബർ അധിക്ഷേപം നടത്തിയ കേസിൽ രാഹുൽ ഈശ്വറിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്ന് രാഹുൽ ഈശ്വർ പ്രതികരിച്ചു. രാഹുൽ ഈശ്വറിനെ പിന്തുണച്ച് കലാമണ്ഡലം സത്യഭാമ ജൂനിയർ രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ്. പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോട്ടോകൾ, വാട്സാപ്പ് ചാറ്റുകൾ, ഫോൺ സംഭാഷണ റെക്കോർഡുകൾ എന്നിവ #വാല്യൂ സർട്ടിഫിക്കറ്റ് സഹിതം കോടതിയിൽ സമർപ്പിച്ചു. പരാതിക്കാരിയുടെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെന്ന് സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞു. റേഷൻ കാർഡ് തട്ടിപ്പ്. വ്യാജ മുൻഗണനാ റേഷൻ കാർഡ് അച്ചടിച്ച് വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം വന്നേക്കും. ഭീമാപ്പള്ളി, പൂന്തുറ എന്നിവിടങ്ങളിലായി 146 വ്യാജ കാർഡുകൾ വിതരണം ചെയ്ത സംഭവത്തിൽ 2 പേർ അറസ്റ്റിലായി. കെ.എസ്.ഇ.ബി. ആശ്വാസം. ഡിസംബറിലെ കറണ്ട് ബില്ലിൽ ഇന്ധന സർചാർജ് ഗണ്യമായി കുറയ്ക്കാൻ സാധ്യതയുണ്ട്. രാജ്ഭവൻ ഇനി ലോക് ഭവൻ. കേന്ദ്ര നിർദ്ദേശപ്രകാരം കേരളത്തിലെ രാജ്ഭവൻ ഇനി ഔദ്യോഗികമായി ലോക് ഭവൻ എന്നറിയപ്പെടും. സർക്കാർ ജീവനക്കാർ പ്രവൃത്തി ദിവസം 6 നിന്ന് 5 ആക്കുന്നതുമായി ബന്ധപ്പെട്ട് സർവീസ് സംഘടനകളുടെ യോഗം വെള്ളിയാഴ്ച ചീഫ് സെക്രട്ടറി വിളിച്ചു. കെ സോട്ടോ രാജി. അവയവദാന ഏജൻസിയായ കെ സോട്ടോയെ വിമർശിച്ച ഡോക്ടർ മോഹൻദാസ് ആരോഗ്യവകുപ്പ് വിശദീകരണം തേടിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ചു. മരണം. പ്രശസ്ത എഴുത്തുകാരിയും അധ്യാപികയുമായ ബി സരസ്വതി 94 അന്തരിച്ചു. ഗാർഹിക പീഡനം. വരന്തരപ്പള്ളിയിൽ അർച്ചനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് പിന്നാലെ അമ്മായിയമ്മയും സ്ത്രീധന പീഡന വകുപ്പുകൾ പ്രകാരം അറസ്റ്റിലായി. ദേശീയം SIR നടപടികൾ. കേരളത്തിലെ SIR സമ്മറി റിവിഷൻ നടപടികൾ മാറ്റിവെക്കില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയെ അറിയിച്ചു. ന്യൂനപക്ഷ വോട്ടുകൾ ഒഴിവാക്കാൻ നീക്കമെന്നാരോപിച്ച് SDPI വീണ്ടും ഹർജി നൽകി. BLO ആത്മഹത്യ. ജോലി സമ്മർദ്ദത്തിൽ BLOമാർ ആത്മഹത്യ ചെയ്യുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം വിമർശനം ഘടിപ്പിച്ചു. സുപ്രീം കോടതി. സൈബർ തട്ടിപ്പ്. രാജ്യത്തെ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ സംബന്ധിച്ച് CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ടു. തട്ടിപ്പുകൾക്കായി ബാങ്കർമാർ അക്കൗണ്ടുകൾ തുറക്കുന്നതിലെ പങ്ക് അന്വേഷിക്കും. സാമ്പത്തിക കുറ്റവാളികൾ. വിജയ് മല്യ, നീരവ് മോദി ഉൾപ്പെടെയുള്ള 15 സാമ്പത്തിക കുറ്റവാളികൾ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് 58,000 കോടി രൂപ നൽകാനുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ലോക്സഭയെ അറിയിച്ചു. വിമാനത്താവള സുരക്ഷ. ഇന്ത്യയിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പരിധിയിൽ GPS സ്പൂഫിംഗ് നടന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി പാർലമെന്റിൽ സ്ഥിരീകരിച്ചു. റെയിൽവേ ടിക്കറ്റ്. തത്കാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആധാർ വെരിഫിക്കേഷനു പുറമെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് കൂടി ഇനി നിർബന്ധമാക്കും. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം രാജ്യസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോരിനെ തുടർന്ന് പ്രക്ഷുബ്ധമായി പിരിഞ്ഞു. ബിസിനസ് ഫ്ലാഷ്. ഓഹരി. മീഷോ IPO ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമായ മീഷോ 5,421 കോടി രൂപ സമാഹരിക്കാൻ ലക്ഷ്യമിട്ട് IPOയുമായി വരുന്നു. ഡിസംബർ 3 മുതൽ 5 വരെ അപേക്ഷിക്കാം. ബജാജ് ഓട്ടോ. 2025 നവംബറിൽ കമ്പനിയുടെ മൊത്തം വിൽപ്പന 8% വർദ്ധിച്ച് 4,53,273 യൂണിറ്റായി. കയറ്റുമതിയിൽ 14% വർധനവുണ്ടായി. അന്താരാഷ്ട്രം. ചുഴലിക്കാറ്റ് ദുരിതം. ഡിറ്റ്വ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും വടക്കൻ തമിഴ്നാട്ടിൽ മഴ തുടരുന്നു. ചെന്നൈയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ശ്രീലങ്കയിൽ പ്രളയത്തിൽ 390 മരണം റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ. സൈനിക മേധാവി അസിം മുനീറിനെ നിയമിക്കുന്നതിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രാജ്യം വിട്ടു. അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാര യുദ്ധം പാകിസ്ഥാന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കനത്ത തിരിച്ചടിയായതായി റിപ്പോർട്ട്. ഫിൻലൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായ ഫിൻലൻഡ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലെ എംബസികൾ 2026ഓടെ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. US ഫ്ലാഷ്. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയോട് രാജ്യം വിടാൻ ട്രംപ് ഫോൺ കോളിൽ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട്. US പ്രസിഡന്റ് ട്രംപ് സെനറ്റ് പ്രതിനിധി ഇൽഹാൻ ഒമറിനെതിരെ കടുത്ത പരാമർശം നടത്തി.